ഹായ് നമസ്കാരം, വെൽക്കം ടു Rightclicks. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് UIDAI പറഞ്ഞിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ആധാർ എടുത്ത ആളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കാരണം 10 വർഷം മുമ്പ് നമ്മൾ ആധാർ എടുക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന അഡ്രസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും ആയിരിക്കില്ല പലർക്കും. ഇപ്പോൾ പലതും ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ UIDAI പറഞ്ഞിരിക്കുകയാണ് ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിന് ഒരു ടൈം ഫ്രെയിമും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ടൈം ഫ്രെയിം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 14 വരെ ആധാറിലെ വിവരങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിന് 25 രൂപ ഫീസ് ഈടാക്കുന്നതാണ്. പിന്നെ അതിനനുസരിച്ച് അവർ ചിലപ്പോൾ ഫീസ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വൈകുന്നോറും ഫീസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പരമാവധി കഴിയുന്നവരെല്ലാം തന്നെ ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലൂടെയോ ചെയ്യാവുന്ന കാര്യമാണിത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ചെറിയ 1-2 സ്റ്റെപ്പുകളിലൂടെ ആർക്കും ചെയ്യാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 50 രൂപ അതിന് ഫീസ് കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ എളുപ്പമായിട്ട് നമ്മളെല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ കൈവശമുള്ളവരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് 1-2 സ്റ്റെപ്പുകളിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് myaadhar.uidi.gov.in എന്ന വെബ്സൈറ്റ്, അതാണ് ആധാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. UIDAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതിനകത്ത് നമ്മുടെ ആധാർ നമ്പറും OTP ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യണം. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കാണിക്കുന്ന ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ കിട്ടുന്നതാണ്. അതാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിരവധി ആളുകൾ പോർട്ടൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പോർട്ടൽ കുറച്ച് സ്ലോ ആയിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. ഡേ ടൈമിലൊക്കെ, നൈറ്റിലാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഒരു ഓപ്ഷൻ വരുന്നത്, ഡൗൺലോഡ് ആധാർ ഓർഡർ PVC ആധാർ കാർഡ്. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു PVC ആധാർ കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഈ ഒരു ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ PVC ആധാർ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്. 50 രൂപ അടച്ചു കഴിഞ്ഞാൽ PVC ആധാർ കാർഡ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഡോക്യുമെൻ്റ് അപ്ഡേറ്റ്. ദിസ് സർവീസ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടിൽ 14/6/2023. അതായത് ജൂൺ 14 വരെ ഈ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് അടച്ചുകൊണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഓഫ് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത് നമ്മുടെ ആധാറിൻ്റെ ഡാറ്റാബേസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും പ്രൂഫ് ഓഫ് അഡ്രസ്സും എല്ലാം പുതിയ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ 10 വർഷം മുമ്പൊക്കെ ആധാർ എടുത്തിട്ടുള്ളവരുടെ അഡ്രസ്സിൽ അതുപോലെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനാണ് ഇങ്ങനൊരു സർവീസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. Click here to upload your proof of identity and proof of address POA documents. In this step, you will be asked to upload the valid POA documents that contain verified details confirmed in step 1. Next കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാറിലുള്ള അഡ്രസ്സ് ഇവിടെ കാണിക്കും. പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. I verify that the above details are കറക്റ്റ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇഫ് ദർ ഇസ് എ മിസ്മാച്ച് ഇൻ എനി ഓഫ് യുവർ ഡീറ്റെയിൽസ് പ്ലീസ് അപ്ഡേറ്റ് യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഹിയർ. ആ ഹിയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് യുവർ ആധാർ ഓൺലൈൻ, ഹെഡ് ഓഫ് ഫാമിലി, ഓഫ് ബേസ്ഡ് അഡ്രസ് അപ്ഡേറ്റ്, ലാംഗ്വേജ് ആൻഡ് അപ്ഡേറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇതിൽ കാണാം. അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ I verify that the above details are correct എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഗൈഡ്ലൈൻസ് ഫോർ അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ് ഷുഡ് ബി ലെസ് ദാൻ 2 MB. 2 MBയിൽ താഴെയുള്ള ഡോക്യുമെൻറ്റ്സാണ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് JPG ഫോർമാറ്റിലാവാം, PNG ഫോർമാറ്റിലാവാം, അല്ലെങ്കിൽ PDF ഫോർമാറ്റിലാവാം. അപ്പോൾ പ്ലീസ് അപ്ലോഡ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്. അപ്പോൾ
ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സാണ് ഈ കാണിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള മെഡിക്ലെയിം കാർഡ് കൊടുക്കാം, ഡിസബിലിറ്റി കാർഡ് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, ഇന്ത്യൻ പാസ്പോർട്ട്, കിസാൻ ഫോട്ടോഗ്രാഫ് പാസ്ബുക്ക്, അങ്ങനെ നിരവധി ഡോക്യുമെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേത് സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ നിരവധി ഡോക്യുമെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്രൂഫ് ഓഫ് അഡ്രസ്സ് നമുക്ക് ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഡിസബിലിറ്റി ID കാർഡ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് കണക്ഷൻ, ഗവൺമെൻറ് ID കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്. അതിനും പാസ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലും പാസ്പോർട്ട് തന്നെ കൊടുക്കാൻ പോവാണ്. കൊടുത്തിട്ടുണ്ട്. ഇനി ഐ ഹിയർ ബൈ ഗീവ് മൈ കൺസേൺ ദാറ്റ്. അപ്പോൾ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. പ്ലീസ് കൺഫേം യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഇൻ ദ ഡോക്യുമെൻറ്റ്സ് എക്സാക്ട്ലി മാച്ചസ് വിത്ത് യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഇൻ ആധാർ. പ്ലീസ് ക്ലിക്ക് ഓൺ ഓക്കെ ടു കൺഫേം. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണിക്കുന്നുണ്ട് ഈ സർവീസ് ജൂൺ 14 വരെ ഫ്രീ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് 0 കാണിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്. അതിനകത്ത് നമ്മുടെ ആധാർ നമ്പർ, SRN സർവീസ് റിക്വസ്റ്റ് നമ്പർ, ഇൻവോയ്സ് നമ്പർ, എമൗണ്ട് പെയ്ഡ്, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, റിക്വസ്റ്റ് ടൈപ്പ് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സർവീസ് നമുക്ക് ജൂൺ 14 വരെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ സൗജന്യമാണ്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ 50 രൂപ ഇതിന് ഫീസ് ഈടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജൂൺ 14 കഴിഞ്ഞാൽ ഈ സർവീസിന് 25 രൂപ ഫീസ് കൊടുക്കേണ്ടി വരും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും. അക്ഷയ കേന്ദ്രങ്ങളിലപ്പോൾ അതിൽ കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക. ജൂൺ 14 മുമ്പ് തന്നെ എല്ലാവരും, അതായത് 10 വർഷത്തിന് മുന്നേ ആധാർ എടുത്തിട്ടുള്ള എല്ലാവരും ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സും നമ്മളുടെ ആധാറിലെ വിവരങ്ങളും തമ്മിൽ ഒത്തു നോക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലാണ് ഇത് അംഗീകരിക്കപ്പെടുക. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യുക. ജൂൺ 14 ഡേറ്റ് തീരുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കഴിയുന്നവരെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നിർത്തട്ടെ. ബൈ.